പാലാ നഗരസഭയുടെ പുതിയ വൈസ് ചെയർപേഴ്സണായി കേരള കോൺഗ്രസ് എമ്മിലെ ലീന സണ്ണി തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ ലീന സണ്ണിക്ക് 17 വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി UDFിലെ CG ടോണിക്ക് 8 വോട്ടുകളാണ് ലഭിച്ചത്. മുൻ ധാരണപ്രകാരം LDFിലെ CG പ്രസാദ് രാജിവെച്ചതിനെ തുടർന്നാണ് പാലാ നഗരസഭ കൗൺസിലിൽ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിലെ ലീന സണ്ണി വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 26 അംഗ കൗൺസിലിൽ ലീന സണ്ണിക്ക് 17 വോട്ടും എതിർ സ്ഥാനാർത്ഥി UDFിലെ CG ടോണിക്ക് 8 വോട്ടുമാണ് ലഭിച്ചത്. UDFിലെ ഒരംഗം ഹാജരായില്ല. ലീന സണ്ണിയുടെ പേർ മുൻ ചെയർമാൻ ആൻഡ്രൂ ജോസ് പടിഞ്ഞാറേക്കര നിർദ്ദേശിച്ചു. സ്ഥാനമൊഴിഞ്ഞ വൈസ് ചെയർപേഴ്സൺ CG പ്രസാദ് പിന്താങ്ങി. പാലാ DEO P സുനിജ വരണാധികാരിയായിരുന്നു. ലീന സണ്ണിക്ക് ആക്ടിംഗ് ചെയർമാൻ സാവിയോ കാവുകാട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ലീന സണ്ണി പുരയിടം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയമോ ശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർച്ചയായി 4 തവണ നഗരസഭാംഗമായ ലീന സണ്ണി നിലവിൽ കൊട്ടാരമറ്റം 24-ാം വാർഡ് കൗൺസിലറാണ്. 2016-17 കാലഘട്ടത്തിൽ നഗരസഭാധ്യക്ഷയായി 2 വർഷം പ്രവർത്തിച്ചിരുന്നു. കേരള വനിതാ കോൺഗ്രസ് എം പാലാ ടൗൺ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ലീന സണ്ണി. വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ലീന സണ്ണിയെ അനുമോദിച്ചുകൊണ്ട് നഗരസഭാ ഹാളിൽ അനുമോദന യോഗം ചേർന്നു. സാവിയോ കാവുകാട്ട്, CG പ്രസാദ്, ആൻഡ്രോ പടിഞ്ഞാറേക്കര, സതീഷ് ചൊള്ളാനി, VC പ്രിൻസ്, ബൈജു കൊല്ലംപറമ്പിൽ, ബിജു പാലുപടവൻ, പെണ്ണമ്മ ജോസഫ്, ബിജി ജോജോ, ഷാർലി മാത്യു, രവി പാല, ജൂഹി മരിയട്ടോം, ബിജോയ് മണകാട്ട്, ജെയ്സൺ മാന്തോട്ടം, PN ഗീത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. LDF നേതാക്കളായ ടോബിൻ K അലക്സ്, KK ഗിരീഷ്, ജോസുകുട്ടി പൂവേലി, K അജി തുടങ്ങിയവരും വിവിധ കക്ഷി നേതാക്കളും ജീവനക്കാരും അനുമോദിച്ചു. മുൻ ചെയർമാൻ എന്ന നിലയിലുള്ള അനുഭവ പരിചയം ഉൾക്കൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മറുപടി പ്രസംഗത്തിൽ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. ചെയർപേഴ്സണായി എന്നെ തെരഞ്ഞെടുത്തതിൽ ദൈവത്തിനും ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സിനും ആദ്യമായി ഞാൻ നന്ദി പറയട്ടെ. കേരള കോൺഗ്രസ് എം പാർട്ടിയും LDF മുന്നണിയുമാണ് എന്നെ ഈ സ്ഥാനാർത്ഥിയാക്കിയത്. സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകിയ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കും ടൗൺ മണ്ഡലം പ്രസിഡന്റ് ബിജു പാലപ്പടവനും പ്രത്യേക നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്വീകരണത്തിനും ആശംസകൾക്കും എവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വാർഡിലെ ഓരോ വോട്ടർമാർക്കും നന്ദി അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പാലാ നഗരസഭ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടെ കടന്നു പോകുമ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ വരാൻ പോകുന്ന ചെയർമാനോടും കൗൺസിലർമാരോടും ചേർന്ന് ഭാരിച്ച ഉത്തരവാദിത്തമാണ് എനിക്കുള്ളതെന്ന് എനിക്കറിയാം. കിട്ടാവുന്ന വരവുകൾ പരമാവധി ശേഖരിച്ചും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തിയും ചിലവുകൾ പരമാവധി കുറച്ചും മാത്രമേ നമുക്കിതിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളെന്ന് ഏവർക്കും അറിയാം. ജീവനക്കാരും കൗൺസിലേഴ്സും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ ഏൽപ്പിച്ച ചുമതല കൃത്യതയോടും അർപ്പണബോധത്തോടെയും ചെയ്യുവാൻ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നതാണ്. നിലവിൽ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ ലീന സണ്ണി ആക്ടിംഗ് ചെയർപേഴ്സണായി പ്രവർത്തിക്കും. ഫെബ്രുവരി 3-ന് പാലാ നഗരസഭയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.